നമസ്കാരം. ഈ UFOകൾ, അതായത് ഇപ്പോൾ പറയുന്ന UAP അല്ലെങ്കിൽ അജ്ഞാത വ്യോമ പ്രതിഭാസങ്ങൾ, ഇതൊക്കെ പണ്ട് നമ്മൾ ഒരുമാതിരി കെട്ടുകഥ പോലെ തള്ളിക്കളഞ്ഞ വിഷയങ്ങളായിരുന്നു അല്ലേ? അതെ അതെ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഗവൺമെന്റുകളും ശാസ്ത്രജ്ഞരുമൊക്കെ ഇത് വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ വിഷയത്തിലേക്കാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. ശരിയാണ്. പ്രധാനമായും അമേരിക്കൻ ഗവൺമെന്റിന്റെ സമീപനത്തില് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതെ, ആ മാറ്റമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അതുണ്ടല്ലോ, 2022 അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ARO എന്നൊരു ഓഫീസ് തുടങ്ങി. ഓൾ ഡൊമെയ്ൻ അനോമലി റെസല്യൂഷൻ ഓഫീസ്. ARO. അതെ. സൈനികര്, പിന്നെ മറ്റു ഫെഡറൽ ഏജൻസികൾ, ഇവരിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ശേഖരിച്ച് അത് വ്യവസ്ഥാപിതമായി പഠിക്കുക, അതാണ് ലക്ഷ്യം. ഈ റിപ്പോർട്ടുകളുടെ എണ്ണത്തിന് വലിയ വർധനവുണ്ടായെന്ന് കേട്ടല്ലോ. ഉണ്ട്. ശരിക്കും 2023 മെയ് തൊട്ട് 2024 ജൂൺ വരെ ഏകദേശം ഒരു വർഷത്തിനിടെ 757 പുതിയ റിപ്പോർട്ടുകൾ കിട്ടി. 757. മുൻപത്തെ വർഷം എത്രയായിരുന്നു? അതിന്റെ മുൻവർഷം 281. ഓഹോ, അപ്പൊ നല്ല വ്യത്യാസമുണ്ട്. പെന്റഗൺ പറയുന്നത് ഇത് ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരു സംവിധാനം വന്നു, അതിനെക്കുറിച്ച് ബോധവൽക്കരണം കിട്ടി, അപ്പോൾ കൂടുതൽ പേർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ കണ്ടെത്തലുകൾ എന്താണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്? അന്യഗ്രഹജീവികൾ. അതാണ് രസകരം. AROയുടെ 2024 റിപ്പോർട്ട് പ്രകാരം അന്യഗ്രഹജീവികളുടെയോ അവരുടെ സാങ്കേതിക വിദ്യയുടെയോ ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇല്ല. പക്ഷേ അതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു, കഴിഞ്ഞ 18 മാസത്തിനിടെ കിട്ടിയ 21 റിപ്പോർട്ടുകൾ, അത് വിശദീകരിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അവിടെ ഒരു ചോദ്യചിഹ്നം നിൽക്കുന്നുണ്ട്. ഒരു വശത്ത് തെളിവില്ല, മറുവശത്ത് വിശദീകരിക്കാൻ പറ്റാത്ത ചിലതുണ്ട്. അതെ. ARO ഡയറക്ടർ ഡോക്ടർ ജോൺ കൊസ്ലോസ്കി തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ചില കേസുകളുണ്ട് എന്ന്, പ്രത്യേകിച്ച് ദേശീയ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾക്ക് സമീപം കണ്ടവ. അതാണ് കൂടുതൽ ഗൗരവം നൽകുന്നത്. അതേസമയം പെന്റഗൺ 1945 മുതലുള്ള ഏകദേശം 8 പതിറ്റാണ്ടത്തെ റിപ്പോർട്ടുകൾ മൊത്തത്തിൽ പരിശോധിച്ചു. പഴയ കേസുകളും. അതെ, അവരൊരു വലിയ റിപ്പോർട്ട് ഇറക്കി. അതിലും പറയുന്നത് അന്യഗ്രഹ പേടകങ്ങൾക്ക് തെളിവില്ല എന്നാണ്. മിക്കതും ഡ്രോണുകൾ, ബലൂണുകൾ, ചാരവിമാനങ്ങൾ, ഉപഗ്രഹങ്ങൾ, ചിലപ്പോൾ ഗ്രഹങ്ങൾ വരെ ആകാം. നാസയുടെ റിപ്പോർട്ടും സമാനമായിരുന്നില്ലേ? അതെ, നാസയുടെ 2023 റിപ്പോർട്ടും ഇത് തന്നെ പറയുന്നു, തെളിവില്ല. പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ സൈനിക ഡാറ്റ പലതും രഹസ്യമാണ്. സാധാരണക്കാർ നൽകുന്ന വിവരങ്ങൾക്ക് പലപ്പോഴും വ്യക്തത കുറവായിരിക്കും. ശരിയാണ്. കാനഡയും ഈ വിഷയത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. കാനഡ ഒരു പുതിയ ഫെഡറൽ ബോഡി ഉണ്ടാക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്, ഈ റിപ്പോർട്ടുകൾ ശേഖരിക്കാനും അന്വേഷിക്കാനും. അപ്പോ ഇതൊരു അന്താരാഷ്ട്ര തലത്തിലേക്ക് വരുന്നുണ്ട്. ഇനി ഈ സർക്കാർ കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ഈ പൈലറ്റുമാരൊക്കെ കണ്ടെന്ന് പറയുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ. അതിൽ പ്രശസ്തമായ ഒന്നാണ് 2004 ടിക് ടാക് സംഭവം. USS നിമിറ്റ്സിലെ കമാൻഡർ ഡേവിഡ് ഫ്രേവറുടെ അനുഭവം. അതെ, ഒരു 40 അടി നീളമുള്ള മിഠായി രൂപത്തിലുള്ള ഒരു വെളുത്ത വസ്തു, അസാധാരണമായ വേഗതയും ചലനങ്ങളും. അതിന്റെ വീഡിയോ പിന്നീട് പെന്റഗൺ തന്നെ പുറത്തുവിട്ടു. അതിന് നല്ല വിശ്വാസ്യത വരാൻ കാരണം, ഒന്നാമത് ഫ്രേവറെ കൂടാതെ മറ്റു 3 സൈനികർ കൂടി അത് കണ്ടു ഒരേ സമയം. അതെ. പിന്നെ ലെഫ്റ്റനന്റ് കമാൻഡർ ചാഡ് അണ്ടർവുഡ് അതിന്റെ വീഡിയോ എടുത്തു. അതാണ് ആ ടിക് ടാക് വീഡിയോ. അതുപോലെ USS പ്രിൻസ്റ്റൺ എന്ന യുദ്ധക്കപ്പൽ ഏകദേശം 2 ആഴ്ചയോളം ഇതുപോലുള്ള അജ്ഞാത വസ്തുക്കളെ റഡാറിൽ ട്രാക്ക് ചെയ്തിരുന്നു. അപ്പോ ഒറ്റപ്പെട്ട സംഭവമല്ല. അല്ല, ഫ്രേവർ 2023 അമേരിക്കൻ കോൺഗ്രസിന് മുന്നിൽ കൊടുത്ത മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, അന്ന് ഞങ്ങൾ കണ്ട സാങ്കേതിക വിദ്യ അന്നും ഇന്നും നമുക്കുള്ളതിനേക്കാളും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും എത്രയോ മികച്ചതായിരുന്നു എന്നാണ്. അത് വളരെ ശക്തമായ ഒരു പ്രസ്താവനയാണ്, പ്രത്യേകിച്ചൊരു അനുഭവസമ്പന്നനായ പൈലറ്റിൽ നിന്ന്. അതെ. അതുപോലെ പ്രധാനപ്പെട്ടതാണ് 2014-15 കാലത്ത് USS തിയോഡർ റൂസ്വെൽറ്റ് വിമാനവാഹിനി കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ. ഗിംബൽ, ഗോ ഫാസ്റ്റ് വീഡിയോകൾ. അതുതന്നെ, അതും പെന്റഗൺ പുറത്തുവിട്ടതാണ്. അവിടുത്തെ പൈലറ്റുമാർ ലെഫ്റ്റനന്റ് ഡാനി അക്കോയിനെ പോലുള്ളവർ പറഞ്ഞത്, ചിറകുകളോ വാലോ പുകയോ ഒന്നും കാണാത്ത വസ്തുക്കൾ കണ്ടു എന്നാണ്. എങ്ങനെയാണ് അവ പറഞ്ഞത്? അതാണ് അസാധാരണമായ കാര്യം. അവർ പറഞ്ഞത്, ഞങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞതുപോലെ അവ പ്രതികരിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. ഇവിടെയും വിശ്വാസ്യത കൂടുന്നത് ഒന്നിലധികം സെൻസറുകൾ, റഡാർ, ഇൻഫ്രാറെഡ് ക്യാമറ, പിന്നെ പൈലറ്റുമാരുടെ നേരിട്ടുള്ള കാഴ്ച,
ഇതെല്ലാം ഒരേ സമയം ഈ വസ്തുക്കളെ രേഖപ്പെടുത്തിയതാണ്. റയാൻ ഗ്രേവ്സിന്റെ മൊഴിയും പ്രധാനമല്ലേ? തീർച്ചയായും. റയാൻ ഗ്രേവ്സ് പറഞ്ഞത് ഈ ഗിംബൽ വീഡിയോയിലുള്ള വസ്തുവിന് വളരെ അസാധാരണമായ ഇൻഫ്രാറെഡ് സിഗ്നേച്ചറും പറക്കൽ രീതികളുമാണ് ഉണ്ടായിരുന്നതെന്നാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം ചില സംശയവാദപരമായ വിശദീകരണങ്ങളും വരുന്നുണ്ട്. അതാണിതിലെ പ്രധാന വെല്ലുവിളി. ഒന്ന്, ഡാറ്റയുടെ ക്വാളിറ്റി. പലപ്പോഴും കിട്ടുന്ന വീഡിയോകൾക്ക് വ്യക്തത കുറവായിരിക്കും. സൈനിക സെൻസർ ഡാറ്റയാണെങ്കിൽ അത് പുറത്തുവിടില്ല. അതെ. പിന്നെ മിഗ്വെസ്റ്റിനെ പോലുള്ള സംശയവാദികൾ ഈ ടിക് ടാക് ഗിംബൽ വീഡിയോകൾക്കൊക്കെ സാധാരണ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ചിലപ്പോൾ ദൂരെയുള്ള ഒരു വിമാനമായിരിക്കാം, അല്ലെങ്കിൽ ക്യാമറയിലെ ഗ്ലെയർ ആകാം, അതുമല്ലെങ്കിൽ ഒരു കാലാവസ്ഥ ബലൂണാകാം എന്നൊക്കെ. സെൻസറുകൾക്ക് തകരാറ് സംഭവിക്കാനും സാധ്യതയുണ്ടല്ലോ. അതും തള്ളിക്കളയാനാവില്ല. എന്നാല് ഫ്രേവറെ പോലെയുള്ള വർഷങ്ങളുടെ പരിശീലനവും അനുഭവ പരിചയവുമുള്ള പൈലറ്റുമാർ ഈ സാധാരണ വിശദീകരണങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. അവർ കണ്ടത് അതൊന്നുമല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ശരിയാണ്. അപ്പോ വിശ്വാസ്യതയുടെ അടിസ്ഥാനം എന്തായിരിക്കണം? ഒരുപക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലധികം തരം സെൻസറുകൾ ഒരേ സമയം ഒരു കാര്യത്തെ സ്ഥിരീകരിക്കുമ്പോൾ അതിന് കൂടുതൽ ഗൗരവം നൽകേണ്ടി വരും. റഡാർ, ഇൻഫ്രാറെഡ്, കണ്ണുകൊണ്ട് കാണുന്നത്, ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ. അതെ. ഇനിയിപ്പോ ഇതിലെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചെന്തു പറയുന്നു? ദേശീയ സുരക്ഷാ ആശങ്കകൾ. അത് പെന്റഗൺ വളരെ ഗൗരവമായി കാണുന്നൊരു കാര്യമാണ്. ഒന്ന്, ഇത് വിമാനയാത്രയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണോ? രണ്ട്, ഇതേതെങ്കിലും വിദേശ രാജ്യത്തിന്റെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണോ? പ്രത്യേകിച്ച് സൈനിക താവളങ്ങൾക്കടുത്തൊക്കെ ഇത് കാണുന്നത്. അതെ, അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. AARO അത് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഏതെങ്കിലും വിദേശ ശക്തികളുടെ അത്തരം സാങ്കേതിക വിദ്യയാണെന്നുള്ളതിനും തെളിവ് കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പുതിയൊരു ഘട്ടത്തിലാണ്. പണ്ട് തള്ളിക്കളഞ്ഞിരുന്ന ഒരു വിഷയം ഇന്ന് വളരെ വ്യവസ്ഥാപിതമായി ഗവൺമെന്റ് തലത്തിൽ തന്നെ അന്വേഷണം നടക്കുന്നു. ശരിയാണ്. അന്യഗ്രഹ സാങ്കേതിക വിദ്യയ്ക്ക് തെളിവില്ലെന്ന് പറയുമ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ അറിവ് വെച്ച് വിശദീകരിക്കാൻ പറ്റാത്ത ചില യഥാർത്ഥ പ്രതിഭാസങ്ങളുണ്ട് എന്ന് അംഗീകരിക്കപ്പെടുന്നു. അതെ, അതൊരു വലിയ മാറ്റമാണ്. തീർച്ചയായും. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത ബാക്കി വെക്കാം. ശാസ്ത്രത്തിൽ നമ്മൾ പറയാറുണ്ട്, അസാധാരണമായ അവകാശവാദങ്ങൾക്ക് അസാധാരണമായ തെളിവുകൾ വേണമെന്ന്. അപ്പോ ഈ വിഷയത്തിൽ നിലവിലുള്ള സാങ്കേതിക പരിമിതികളും പിന്നെ ഈ രഹസ്യ സ്വഭാവം, ദേശീയ സുരക്ഷയുടെ പേരിൽ പല വിവരങ്ങളും പുറത്തുവിടാത്ത സാഹചര്യവും വെച്ചു നോക്കുമ്പോൾ ഈ വിശദീകരിക്കാനാവാത്ത പ്രതിഭാസങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എന്നെങ്കിലും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുമോ? അതോ ചില രഹസ്യങ്ങൾ അതെപ്പോഴും അങ്ങനെ തന്നെ മറഞ്ഞിരിക്കുമോ?